നെക്സ്റ്റ്. ഡ്രൈ സലാഡ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡ്രൈ സലാഡ് എന്ന് പറയുന്നത് നമുക്ക് ടാബ്ലറ്റ് ഫോർമാറ്റിൽ കുറെ സപ്ലിമെന്റ്സ് ഇറക്കിയിട്ടുണ്ട് കമ്പനി. ഫോർമുല 2 മൾട്ടി വൈറ്റമിൻ, സെല്ലോസ്, സെൽ ആക്ടിവേറ്റർ, അതുപോലെ തന്നെ ഹെർബൽ കൺട്രോൾ, അതുപോലെയുള്ള ഒരുപാട് ടാബ്ലറ്റ് ഫോർമാറ്റിൽ കമ്പനി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സപ്ലിമെന്റ്സ് ആയിട്ട്. ആ പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സിനെയാണ് ഡ്രൈ സലാഡ്സ് എന്ന് പറയുന്നത്. അത് ഡ്രൈ ആയിട്ട് ഒരു സാലഡ് രൂപത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ മെഡിസിൻ എന്ന് പറയാത്തതുകൊണ്ട് ഡ്രൈ സലാഡ്സ് എന്ന് പറയുന്നു. ആ വരുന്ന പ്രൊഡക്റ്റ് ഒക്കെയാണ് നമുക്ക് അഡ്വാൻസ്ഡ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സിനെയാണ് ഡ്രൈ സലാഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്. നെക്സ്റ്റ്, സെല്ലുലോസും ഫോർമുല 2യും ഒരുമിച്ച് കഴിക്കാമോ? തീർച്ചയായിട്ടും അതിന്റെ മെത്തേഡ് അങ്ങനെ തന്നെയാണ്. ഫോർമുല 2 എന്ന് പറഞ്ഞാൽ മൾട്ടി വൈറ്റമിൻ ആണ് വരുന്നത്. മൾട്ടി വൈറ്റമിൻ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീപ്പായിട്ട് നമ്മുടെ ഇന്നർ ബോഡിനെ ക്ലീൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് പ്രോപ്പറായിട്ട് ലഭിക്കാനായിട്ട് മൾട്ടി വൈറ്റമിൻ ഡെയിലി എടുക്കുന്നത് നല്ലതാണ്. സെല്ലുലോസ് ആണെങ്കിൽ നമ്മുടെ യെല്ലോ ഫ്ലൂയിഡ്സിനെല്ലാം റിമൂവ് ചെയ്ത് ബോഡിനെ റീഷേപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്രൊഡക്റ്റ് രണ്ടും ഒരുമിച്ചാണ് എടുക്കേണ്ടത്. എല്ലാ പ്രൊഡക്റ്റും ഭക്ഷണത്തിന് മുന്നേ എടുക്കുക. എത്ര ടൈമിനുള്ളിലാണെന്നുള്ളത് നിങ്ങളുടെ കോച്ചിനോട് കൃത്യമായിട്ട് ചോദിക്കുക. ഓരോ വ്യക്തികൾക്കും ടൈം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. സെല്ലോസും മൾട്ടിവൈറ്റമിനും സെൽ ആക്ടിവേറ്ററും എല്ലാ പ്രൊഡക്റ്റും ഒരുമിച്ച് എടുത്താലും കുഴപ്പമില്ല. ഓരോ പ്രൊഡക്റ്റും അതിൻ്റെതായ ഗുണങ്ങൾ തരുന്നതാണ് നമുക്ക്. നെക്സ്റ്റ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഈ ഡ്രൈ സലാഡ്സ് ഒക്കെ ബിഫോർ ഫുഡാണോ ആഫ്റ്റർ ഫുഡാണോ യൂസ് ചെയ്യേണ്ടത് എന്നാണ്. അത് കോച്ചിനോട് ചോദിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ബോഡി കണ്ടീഷൻ വേറെ രീതിയിലാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ബിഫോർ കഴിക്കാൻ പറയും, ചില ആൾക്ക് ആഫ്റ്റർ കഴിക്കാൻ പറയും. പല പല മെത്തേഡിലാണ്. നിങ്ങളുടെ കോച്ച് ഏത് മെത്തേഡിലാണ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് കഴിക്കുക. കാര്യം നിങ്ങളുടെ മെഷർമെന്റ്സ് എല്ലാം നിങ്ങളുടെ കോച്ചിനാണ് അറിയത്തുള്ളൂ, ഫോളോ അപ്പ് കോച്ചിനാണ് അറിയത്തുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ. പേഴ്സണലൈസ് ചെയ്ത് നോക്കണമെങ്കിൽ കൃത്യമായിട്ട് കോച്ചിനോട് ചോദിക്കുക, കഴിക്കുക, നല്ല റിസൾട്ട് എടുക്കുക. നെക്സ്റ്റ്. സ്കിൻ ബൂസ്റ്റർ വെറും വയറ്റിലാണോ കഴിക്കേണ്ടത്? സ്കിൻ ബൂസ്റ്റർ വെറും വയറ്റിൽ കഴിക്കാം, വെറും വയറല്ലാതെ കഴിക്കാം, എങ്ങനെയാണെങ്കിലും കഴിക്കാം. സ്കിൻ ബൂസ്റ്റർ ഡെയിലി ബേസിൽ ഒരു സാഷയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ട് ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. പൗഡറിൽ, ടിന്നിലും വന്നിട്ടുണ്ട്, സാഷയിലും വന്നിട്ടുണ്ട്. സ്കിൻ ബൂസ്റ്റർ എപ്പോഴും നല്ല റിസൾട്ട് ലഭിക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ രാവിലെ എടുക്കുക. ഉച്ചയ്ക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ അത്ര ബെനിഫിറ്റ് അല്ല. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് രാവിലെ ടു ഉച്ച ആ ടൈമിനുള്ളിൽ എടുക്കുക. തണുത്ത വെള്ളത്തിൽ എടുക്കുക, ഐസ് ക്യൂബ് ഇട്ട് എടുക്കുക. വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. വെറും വയറ്റിൽ കഴിക്കാം. ഓക്കെ, കഴിക്കാം. 4 മാസം കൊണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മുടി കൊഴിച്ചിൽ തോന്നുന്നുണ്ട്. എന്നാൽ കോച്ച് പറഞ്ഞു മുടി കിളിർത്ത് വരും, ബാഡ് സെൽസ് ഒക്കെ പോകുന്നതാണ് എന്ന്. ഇതിനൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ? സൊല്യൂഷൻ അത് തന്നെയാണ്. നമുക്കിപ്പോൾ ക്ലെൻസിങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പൊ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഡെഡ് സെൽസ് എല്ലാം തന്നെ റിമൂവ് ആയിട്ട് പോകും. ഇപ്പൊ എല്ലാവർക്കും തന്നെ പറയുന്നതാണ് മുടി കൊഴിയുന്നുണ്ട്, മുടി കൊഴിയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ആരും തന്നെ മൊട്ടയായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ മുടി കണ്ടിന്യൂസ് കൊഴിയുകയാണെങ്കിൽ എല്ലാവർക്കും മുടി ഒന്ന് പോയിട്ട് കഷണ്ടി ആവണം, അല്ലെങ്കിൽ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി മുടി പോകണം. ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് മുടി പോകുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. മുടി വലിയ മുടിയാണ് നമുക്ക് പോകുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഗ്രോത്ത് വരുന്നത് വളരെ മൈന്യൂട്ടായുള്ള പാർട്ടികളായിരിക്കും ഗ്രോത്ത് വരുന്നത്. ഈ സമയത്ത് നമ്മൾ അതിനെ ശ്രദ്ധിക്കത്തില്ല, എല്ലാം കുഴിച്ചിലോട്ടാണ് ശ്രദ്ധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ മുടി കൊഴിയുന്നുണ്ടെന്ന് ഒരുപാട് തോന്നുവാണെങ്കിൽ നിങ്ങൾ സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യുക, സെൽ ആക്ടിവേറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റും ശ്രദ്ധിക്കുക, പ്രോട്ടീന്റെ അളവും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ അപര്യാപ്തത കൊണ്ടാണ് ഒന്ന് മുടി വീഴുന്നത്, പിന്നെ ഒന്ന് ശരീരത്തിൽ ക്ലീനിങ് നടക്കുന്നത്. ഇതൊരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്കും നോർമലോട്ട് വരും. ആരും തന്നെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് മൊട്ട രീതിയിലൊന്നും ആയിട്ടില്ല. കുറച്ച് ക്ലെൻസിങ് ടൈമിൽ പോകും, അതിനുശേഷം നോർമലി ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതൊരു കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഗ്രോത്ത് ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ബൂസ്റ്റർ യൂസ് ചെയ്യുക, സെൽ ആക്ടിവേറ്റർ യൂസ് ചെയ്യുക, മൾട്ടിവൈറ്റമിൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോട്ടീന്റെ കൺസപ്ഷൻ നോക്കുക, നോർമൽ ഡയറ്റ് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ കൊഴിച്ചിലിന്റെ അളവ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കോച്ചോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതെല്ലാം എന്നെ വിളിച്ചാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഷേക്ക് കുടിക്കുമ്പോൾ ലാസ്റ്റ് ഷേക്ക് അടിച്ച മിക്സർ കഴുകി കുടിക്കണം എന്ന് കോച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യണോ? കാശിന് വിലയുള്ള ആൾക്കാർ കഴുകി കുടിച്ചാൽ നല്ലതാണ്. അപ്പൊ ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് വേസ്റ്റേജ് ആയി കളയാതെ യൂസ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നിങ്ങൾക്ക് ഒരുപാട് കാശൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ആയി കളഞ്ഞാലും കുഴപ്പമില്ല. ക്യാഷിന്റെ കാര്യം നോക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും പ്രൊഡക്റ്റ് മാക്സിമം കളയാതെ യൂസ് ചെയ്യുക. ഓക്കെ. ഷേക്ക് മേറ്റിന് പകരം ഗുഡ് ലൈഫിന്റെ പാൽ ഉപയോഗിക്കാം. ഓൾറെഡി നിങ്ങളുടെ കൺവീനിയന്റ് പോലെ ചെയ്യാം. ഇന്ത്യയിലുള്ള ആളുകൾ മാക്സിമം ഷേക്ക് മേറ്റ് തന്നെ യൂസ് ചെയ്യുക. പാലും ഷേക്ക് മേറ്റും ഒരു മാസം ഉപയോഗിക്കുമ്പോൾ സെയിം റേറ്റ് ആണ് വരുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. റിസൾട്ട് കൂടുതൽ ഷേക്ക് മേറ്റ് ആണ്. കെമിക്കലൊന്നും ഇല്ലാത്ത സാധനം കഴിക്കണമെങ്കിൽ ഷേക്ക് മേറ്റ് ഉപയോഗിക്കുക. ഇനി എല്ലാ കെമിക്കൽ നിങ്ങൾക്ക് വേണം, പാൽ ഉപയോഗിക്കുക. റിസൾട്ട് കുറച്ച് മതി, പാൽ ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക.
സെല്ലുലോസ് കഴിക്കുന്നുണ്ട് എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല. 1 മന്ത് കൊണ്ട് 1 kg ആണ് കുറഞ്ഞത്. വെരി വെരി റോങ്. നിങ്ങളുടെ ഫോളോ അപ്പ് വെരി വെരി റോങ്. 1 കിലോയൊന്നും അല്ല ഒരു മാസത്തിൽ കുറയേണ്ടത്. എങ്ങനെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു 3 to 4 kg വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ഫോളോ അപ്പ് വളരെ റോങ് ആണ്. ഫോളോ അപ്പ് കൃത്യമായിട്ട് നോക്കുക, ഒരിക്കലും അത് വരത്തില്ല. ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ, ബേസിക് ആയിട്ട് സൈഡിൽ കൂടെ എങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 to 4 kg വെയിറ്റ് കുറയും മസ്റ്റ് ആയിട്ട്. അത് അപ്പോൾ നിങ്ങളുടെ ഫോളോ അപ്പ് ആയിട്ടോ, ഒന്നല്ലേ പ്രൊഡക്റ്റിന്റെ കൺസപ്ഷൻ കുറവാണ്, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉറങ്ങുന്ന ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണ്, ഇതൊക്കെ വളരെ വളരെ മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ വെയിറ്റ് കുറയാത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി തെറ്റിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയില്ല. അതുപോലെ തന്നെ കഴിക്കുന്നതിന്റെ ടൈം വ്യത്യാസം വന്നാൽ വെയിറ്റ് കുറയത്തില്ല. ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ആയി കഴിഞ്ഞാൽ വെയിറ്റ് കുറയത്തില്ല. അതുപോലെ തന്നെ വർക്കൗട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ വെയിറ്റ് കുറയത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ഇൻടേക്ക് ഇഷ്യൂസ് വന്നാൽ വെയിറ്റ് കുറയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഷേക്കിന് ശേഷം ഭക്ഷണം പോയി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറയത്തില്ല, നല്ല രീതിക്ക് വെയിറ്റ് കൂടും. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയത്തില്ല. അപ്പൊ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ കറക്റ്റായിട്ട് ഫോളോ അപ്പിൽ വന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് പറയണത്, ഒരു കോച്ചിന്റെ അടുത്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പിൽ ഇരിക്കുക. കോച്ചിന് ഡെയിലി മോണിറ്റർ ചെയ്യാനായിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കോച്ചിന് അറിയാൻ പറ്റും വെയിറ്റ് കുറയുന്നുണ്ടോ, വെയിറ്റ് കുറയുന്നില്ലേ, ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് വെയിറ്റ് ലോസിലോട്ട് എത്തിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തിൽ 1 കിലോ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ അപ്പ് വെരി വെരി റോങ് ആണ്. അത് ഫോളോ അപ്പിലോട്ട് കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഹെർബലൈഫ് കാൽസ്യം ടാബ്ലറ്റ്സ് എത്ര എണ്ണം ആണ് എടുക്കേണ്ടത്? ഒരു ദിവസം ഒന്നല്ലേ ടാബ്ലറ്റ്? ഒന്ന്. ഒരു ദിവസം ഒരെണ്ണമാണ് എടുക്കേണ്ടത്. മോർണിംഗ് എടുക്കുക, ആഫ്റ്റർ ഫുഡ് എടുക്കുക. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഹെർബൽ കൺട്രോൾ ടാബ്ലറ്റ് വൈറ്റ് നിറത്തിലാണോ ഉള്ളത്? ഹെർബൽ കൺട്രോൾ ടാബ്ലറ്റ് അവര് ഓൺലൈൻ വഴിയാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത്. ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, വേറെ ഏതോ സൈറ്റിൽ നിന്നാണ്. പ്രൊഡക്റ്റ് വന്നപ്പോൾ പ്രൊഡക്റ്റിന്റെ കളർ വെള്ള കളർ. ഇവരെനിക്ക് ഫോട്ടോ അയച്ചു തന്നു, പ്രൊഡക്റ്റ് പൊട്ടിച്ച് ഫോട്ടോയൊക്കെ. ഇതുകൊണ്ടാണ് പറയണത് കറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ആയിരുന്നു പ്രൊഡക്റ്റ് മേടിക്കുന്നത്. ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കമ്പനി യാതൊരു തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നില്ല. ഓൺലൈൻ സൈറ്റിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നത് കവറൊക്കെ ചിലപ്പോൾ റെഡി ആയിരിക്കും, പക്ഷെ ഉള്ളിലുള്ള സാധനം വെറൈറ്റി ആയിരിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരേക്കും വെള്ള കളറുള്ള ഹെർബൽ കൺട്രോൾ ടാബ്ലറ്റ് ഉണ്ട്, ഒരു ഡാർക്ക് കളറായിരിക്കും ടാബ്ലറ്റ് വരുന്നത്. അപ്പൊ അത് ചോദിച്ചു, കണ്ടറിഞ്ഞു വന്നപ്പോഴത്തേക്കും അവർ ഓൺലൈനാണ് പ്രൊഡക്റ്റ് മേടിച്ചിരിക്കുന്നത്. അവർ ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്തു. ലാസ്റ്റ് എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് മേടിച്ചു. നിങ്ങൾ കൃത്യമായിട്ട് ഒറിജിനൽ പ്രോഡക്ട്സ് വേണമെങ്കിൽ ഹെർബൽ ലൈഫിന്റെ ഒരു കോച്ചിനെ മാത്രം മേടിക്കുക. ഒറിജിനൽ പ്രോഡക്ട്സ് ലഭിക്കുന്നതാണ്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, വിത്തൗട്ട് ഷേക്ക് മേറ്റ് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുമോ?